ദക്ഷിണ കൊറിയയിൽ 179 പേരുടെ മരണത്തിനിടയാക്കിയ വിമാന അപകടത്തിൽ അന്വേഷണം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷികളുടെ സാന്നിധ്യമാണോ അപകടത്തിന് പിന്നിലെന്ന സംശയം ശക്തമായി തുടരുകയാണിപ്പോഴും. അതിനിടയിലാണ് അപകടത്തിന് മിനിറ്റുകൾക്ക് മുമ്പ് പക്ഷികൾ ഇടിക്കാനുള്ള സാധ്യതാ മുന്നറിയിപ്പ് പൈലറ്റുമാർക്ക് നൽകിയതായിട്ടും അവരതിന് മറുപടിയായി അടിയന്തര സാഹചര്യത്തിൽ ഉപയോഗിക്കാറുള്ള ആശയവിനിമയം നടത്തിയതുമായിട്ടുള്ള റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത്. വിമാനത്തിന്റെ ചിറകിൽ പക്ഷി കുടുങ്ങിയെന്ന് യാത്രക്കാരൻ ബന്ധുവിന് സന്ദേശം അയച്ചതായി വാർത്താ ഏജൻസികൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതേസമയം അന്വേഷണത്തിന് വിദഗ്ധ സംഘത്തെ അമേരിക്ക അയച്ചിട്ടുണ്ട്. പക്ഷികൾ വിമാനത്തിലിടിക്കുന്നത് സാധാരണമാണെങ്കിലും ഒരു വിമാനത്തിന്റെ തകർച്ചയ്ക്ക് അത് കാരണമാകുന്നത് അസാധാരണമാണെന്ന് airline-rating.com എഡിറ്റിംഗ് ചീഫ് ജെഫ്രി തോമസ് പറഞ്ഞു. ദക്ഷിണ കൊറിയയുടെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ വ്യോമയാന ദുരന്തമാണ് ഇതിലൂടെ സംഭവിച്ചത്. തായ്ലൻഡിലെ ബാങ്കോക്കിൽ നിന്ന് മടങ്ങിയ വിമാനം മുവാൻ വിമാനത്താവളത്തിൽ ഇറങ്ങാൻ ശ്രമിക്കുകയായിരുന്നു. ഹൈഡ്രോളിക് ഗിയർ തകരാറിലായതിനെ തുടർന്ന് ബെല്ലി ഡാൻഡിംഗ് ചെയ്യുന്നതിനിടെ വിമാനത്തിന്റെ പിൻഭാഗം റൺവേയിലൂടെ തുടർന്ന് മണ്ണിലൂടെയും നിരങ്ങി നീങ്ങി വലിയ കോൺക്രീറ്റ് മതിലിൽ ഇടിച്ചു തകരുകയായിരുന്നു. 175 യാത്രക്കാരും 6 പേർ ജീവനക്കാരും ഉൾപ്പെടെ 181 പേരാണ് വിമാനത്തിലുണ്ടായിരുന്നത്. ന്യൂസ് ഡെസ്ക് മെഗ്നവിഷൻ.